ഹലോ ഗൈസ്, ഐ ആം ബാക്ക് അഗൈൻ വിത്ത് രേണു സുധി. ഞാൻ ആദ്യം ഒരു വീഡിയോ നിങ്ങളെ പ്ലേ ചെയ്ത് കാണിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പെരേര ചേച്ചിനെ എടുത്ത് പൊക്കിയെന്ന് പറഞ്ഞല്ലോ. എന്തോ പെരേര ചേച്ചിനെ എടുത്ത് പൊക്കിയല്ലോ, നാട്ടായം പൊക്കിന്ന് ചോദിച്ചു. പൊക്കി കറക്കുമെന്ന് ചോദിച്ചു. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ അതിനുള്ള ഇതല്ല കംഫർട്ടബിൾ അല്ല, അതുകൊണ്ടാണ് പ്രഷർ ആവശ്യമാണോ? പ്രഷർ പറഞ്ഞു. ഈ അലൻ ജോസ് പെരേര ഇപ്പൊ എടുത്ത് നമ്മളെ രേണുസുധീനെ എടുത്ത് കറക്കിയിട്ടുണ്ടായിരുന്നു 1 മാസം മുമ്പ്. അത് കണ്ടതിന് ശേഷം ഈ അഭിലാഷ് എന്ന് പറയുന്ന ഈ ചെങ്ങായിക്ക് രേണുസുധീനെ എടുത്ത് കറക്കണമെന്ന് അതിയായ ആഗ്രഹം, പ്രേക്ഷകർ അത് ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ പുള്ളി രേണുവിനോട് പറയുന്നത്. ഏത് പ്രേക്ഷകരാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് രേണുവിനോട് കുറച്ച് റെസ്പെക്ട് ഒക്കെ തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, അഭിലാഷ് ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഈ ഒരു വീഡിയോ ഞാനോട് പ്ലേ ചെയ്ത് കാണിക്കാം. രേണു പെട്ടെന്ന് ഒന്ന് പുറകോട്ട് മാറി. എന്തുകൊണ്ടാണ് ആ ഒരു മാറ്റം, ആ ഒരു പിൻവാങ്ങൽ? ഒരുപാട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ ബോഡി അങ്ങനെ മറ്റുള്ളവരിങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നതിന് വേണ്ടി എടുത്തു പൊക്കാനും കറക്കാനും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓൺ സ്ക്രീനിൽ മാത്രം അഭിനയിക്കുന്ന സമയത്ത് മാത്രം മതി എന്നുള്ളൊരു ചിന്തയിൽ ഇതിന് മുമ്പും രേണു ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തോരം റെസ്പെക്ട് ഈ ഒരു കേരള ജനതയുടെ കയ്യിൽ നിന്ന് രേണുവിന് കിട്ടിയാണേ. നിങ്ങൾ അവരുടെ ഒരു റീൽസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകൾ, എനിക്ക് സത്യം പറഞ്ഞാൽ ആ സ്ത്രീനെ മുതലെടുക്കുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അവരുടെ അഭിനയം അല്ലെങ്കിൽ ആ ഒരു റീൽസിലൊക്കെ അവരുടെ കൂടെ ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് അതൊരു അഭിനയമായിട്ട് തോന്നാണ്ട് ചക്കക്കൂട്ടൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് കാണിക്കുന്ന ഒരു വെപ്രാളൻ പോലെ വെറുതെ എന്തൊക്കെയോ ആ സ്ത്രീനെ വെച്ച് അവർ കാണിച്ചു കൂട്ടുന്നു, ഒന്ന് തൊടുന്നു, പിടിക്കുന്നു. അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രജീഷിന്റെ കൂടെയുള്ള ആ ഇന്റിമേറ്റ് ആയിട്ടുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നോർമലായിട്ട് ജെന്യൂൻ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ വേറെ ആൾക്കാരെ കൂടെയുള്ളതൊന്നും എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആ വലിച്ചഴക്കലും കെട്ടലും പിടിക്കലും എല്ലാം കാണുന്ന സമയത്ത് ആ സ്ത്രീനെ മുതലെടുക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഈ കാണിച്ചത് രേണു ഒരു ബിഗ് ക്ലാപ്പ് അർഹിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഈ ഒരു മെന്റാലിറ്റിയിൽ ഇതിന് മുമ്പ് നിങ്ങൾ പല ആൾക്കാരോട് നോ പറയാൻ തയ്യാറായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയധികം വിമർശനങ്ങൾ ഈ സ്ത്രീക്ക് കിട്ടില്ലായിരുന്നു. ഓൺ സ്ക്രീൻ വേറെ, ഓഫ് സ്ക്രീൻ വേറെ. ഓഫ് സ്ക്രീനിന്റെ അകത്ത് ഇവർ കാണിക്കുന്നത് ഒരിക്കലും അവരുടെ പ്രൊഫഷന് വേണ്ടിയല്ല. അത് ആദ്യം കാണുന്നവർ മനസ്സിലാക്കുക, രേണു മനസ്സിലാക്കുക. ഓൺ സ്ക്രീനുള്ളത് നിങ്ങളുടെ വരുമാനത്തിന് വേണ്ടിയാണ്, അതൊരു പ്രൊഫഷന് വേണ്ടിയാണ്, അത് എഗ്രി ചെയ്തു. പക്ഷേ ഈ ഓഫ് സ്ക്രീനിന്റെ അകത്ത് നിങ്ങളിങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വിമർശനങ്ങൾ കിട്ടുന്നതിനുള്ള ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. മനസ്സിലായോ? ഇപ്പം കാണിച്ച രേണു അതായിരിക്കണം രേണു. കാരണം നിങ്ങൾ ഒരാളുടെ ഭാര്യ ആയിരുന്നു, ഇപ്പൊ അദ്ദേഹം ജീവനോടെ ഇല്ല. അപ്പം അദ്ദേഹം നിങ്ങളെ കൊണ്ടു നടന്ന ഒരു നിലവാരം ഉണ്ടായിരിക്കും. ഇപ്പം എന്റെ ഭർത്താവുള്ള സമയത്ത് നമ്മളെ എങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു രീതിക്ക് നിങ്ങളെ അത്രയും കാലം നിങ്ങളുടെ ഹസ്ബൻഡ് പ്രൊട്ടക്ട് ചെയ്തതിന് കുറച്ചൊക്കെ വില കൊടുക്കാം. ഓൺ സ്ക്രീനിലാണെങ്കിൽ കുഴപ്പമില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാവർക്കും കയറി കൈവെക്കാനുള്ളൊരു പൊതു മുതലായിട്ട് മാറാതിരിക്കുക സ്വയം. അത് ആണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രജീഷ് സഹോദരനാണ്, വാരിക്കൊടുക്കും, ഊട്ടിക്കൊടുക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാനതല്ല ആലോചിക്കുന്നത്. നമ്മുടെ സുധിച്ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് സഹോദരനായിട്ട് കാണാൻ സാധിച്ചിട്ടില്ലേ എന്നുള്ളത് അന്നും ഇന്നും എൻ്റെ ഒരു ചോദ്യമാണ്. നിങ്ങൾ ആരും അത്തരത്തിലുള്ള ആളുകളുടെ കൂടെയൊന്നും ഇന്റിമേറ്റ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. ഇപ്പൊ ചോദിച്ചത് തെറ്റാണെങ്കിൽ സോറി. പിന്നെ നമ്മുടെ കിച്ചു ഈ അടുത്ത് ഇന്നലെങ്ങാണ്ടും അവരുടെ വീട്ടിൽ പോയ സമയത്ത് ഋതുപ്പനെ കണ്ടു, സംസാരിച്ചു. അതിൽ രേണുസുധീനെ ഒരുപാട് പേര് വിമർശിക്കുന്നത് കണ്ടു. ആ ഒരു വിമർശനത്തിൽ രേണുസുധി അർഹ തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരൻ അദ്ദേഹത്തിന്റെ അത്രയും എഫേർട്ട് ഇട്ട് വർഷങ്ങളോളം നേടിയെടുത്തിട്ടുള്ള ട്രോഫികള്, പദവികള്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചാക്കിനകത്ത് കെട്ടി കട്ടിനടിയിൽ വെക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. നിങ്ങൾ ഫേമസ് ആയിട്ടുള്ളത് നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല എന്ന് പറയുന്ന ആളുടെ നല്ല പേര് കൊണ്ട് മാത്രം, അദ്ദേഹത്തെ നെഞ്ചിലേക്ക് ഏറ്റിയെടുത്ത കുറച്ച് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം കിട്ടിയ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ്, അല്ലാണ്ട് നിങ്ങളുടെ അഭിനയ മികവ് കൊണ്ടല്ല. അപ്പൊ നിങ്ങളുടെ ട്രോഫികളല്ല സത്യത്തിൽ ആ ടേബിളിന്റെ മേലെ ഇരിക്കേണ്ടത്, കൊല്ലം സുധിയുടെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ അതെല്ലാം കൂടെ തട്ടി കട്ടിലടിയിലാക്കി നിങ്ങളുടെ ട്രോഫികൾ മുഴുവൻ ടേബിളിനകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും. ഇനിയിപ്പോൾ പുള്ളിയില്ലല്ലോ, വീട്ടിൽ വരുന്ന സമയത്ത് പുള്ളിന്റെ ട്രോഫികൾ കണ്ടിട്ട് ആൾക്കാർക്ക് എന്ത് കാണാനാ, ഇനി എന്റേത് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം. ഇതങ്ങനെ ചാക്ക് കെട്ടി അലക്ഷ്യമായിട്ട് തറയിലിടേണ്ട ഒന്നല്ല. അദ്ദേഹം മരണപ്പെട്ടു. ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നതും പ്രവൃത്തിയും തമ്മിൽ എന്താണ് ഒരു യോജിപ്പ് എന്ന് നിങ്ങൾ തന്നെ നോക്കൂ. പുള്ളിക്കാരന്റെ ഫോട്ടോ അളമാരീന്റെ പൊക്കത്ത് കമഴ്ത്തി വെക്കുന്നു, പിന്നെ സാധനങ്ങൾ എടുത്ത് കട്ടിനടി തള്ളുന്നു. നിങ്ങൾ അത്രയും റെസ്പെക്ട് കൊടുക്കുന്ന, സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സമ്പാദിച്ച ആ ഒരു ട്രോഫികൾക്കും കാര്യങ്ങൾക്കും ഒക്കത്തിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഒരു സ്പേസ് കണ്ടുപിടിച്ച് അതൊക്കെ അവിടെ വെക്കല്ലേ വേണ്ടത്. അല്ലാണ്ട് ഇതെല്ലാം കൂടെ ടേബിളിനടിയിൽ കട്ടിനടി തള്ളി വിടുകയാണോ വേണ്ടത്? എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല, ടു ബി ഫ്രാങ്ക്. പിന്നെ വീടിന്റെ സീന് വളരെ അലക്ഷ്യമായി വൃത്തികേടാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. രേണുവിനൊക്കെ നോക്കാൻ സമയമില്ല, വീട് കൈകാര്യം ചെയ്യാൻ സമയമില്ല, ഭയങ്കര തിരക്കാണ്.
സമ്മതിച്ചു. പക്ഷേ ആ വീട്ടിലുള്ള ആളുകൾക്ക് ആ വീടൊന്ന് ഒതുക്കി പെറുക്കി വെക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ. ഒരുപാട് പേര് അവിടെ വന്ന് താമസിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ അതിപ്പോ നിങ്ങളുടെ വീടാണോ വല്ല അഗതി മന്ദിരാണോ എന്നുള്ള സംശയമാണ്. എന്ന് ആ വീട്ടിലും ആളുകളുണ്ടാവും, എന്നും അവിടെ താമസിക്കാനേ ആളുണ്ട്. പിന്നെ നിങ്ങളുടെ സഹോദരന്റെ ഭർത്താവ്, മക്കള്, അച്ഛൻ, അമ്മ എല്ലാരും കൂടെ അവിടെ വന്നാണല്ലോ ഇപ്പൊ എന്താ പറയാ ആട്ടിപ്പേറ് കിടക്കുന്നത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി താമസിക്കാൻ തന്നൊരു വീടാണ്. അതിന്റേതായ വൃത്തി നിങ്ങൾക്ക് അവിടെ കീപ്പ് ചെയ്യുക. ഇത് ഉണ്ടാക്കി തന്ന ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ ഇത് കാണുന്ന സമയത്ത് എന്താ ഫീൽ ചെയ്യുന്നതെന്നറിയോ? എന്തിനാണ് ഇത് ഉണ്ടാക്കി കൊടുത്തത്? വൃത്തികേടായിട്ട് നമുക്കും ഉണ്ടാവൂലേ? നമ്മളിപ്പോ ഒരു സാധനം കൊടുത്തു, ഇപ്പൊ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുത്തു, നമ്മൾ ചെല്ലുന്ന സമയത്ത് അത് അലക്ഷ്യമായി ഇടുന്നു, വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ അവർക്ക് കൊടുത്തില്ല, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതുന്ന ആൾക്കാരാണെങ്കിൽ ഒരു തവണയെങ്കിലും ചിന്തിക്കില്ലേ, ഇവർക്കാണല്ലോ ഞാൻ കൊടുത്തത്, ഇതൊന്ന് വൃത്തിക്ക് കൊണ്ടു നടന്നുകൂടെ, ഒരു വാല്യൂ ഇല്ലല്ലോ, ഒരു വിലയില്ലല്ലോ എന്ന് ഒരു തവണയെങ്കിലും ചിന്തിക്കും. അത് ആരാണെങ്കിലും ചിന്തിക്കും. നമുക്ക് അടുത്ത് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യും. ഇതൊന്നും വൃത്തിക്ക് കൊണ്ടു നടന്നുകൂടെ, ഇത് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ തന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യും. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു കൂട്ടായ്മ കൊടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആളുകളില്ല. അതാണ് എന്റെ സത്യാവസ്ഥ. എന്തൊക്കെയാണെങ്കിലും ആ വീടും പരിസരവും ഒന്ന് വൃത്തിക്ക് കൊണ്ടു നടക്കാം. നിങ്ങൾക്ക് താമസിക്കാൻ ഒരു കൂട്ടം ആളുകൾ അവരുടെ അധ്വാനത്തിൽ നിന്ന് ഒരു വിഹിതം തന്നിട്ട് കെട്ടിത്തന്ന വീടാണ്. അപ്പൊ അതിന്റേതായ വൃത്തിയും കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ കൊണ്ടു നടക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. വീട്ടിലെ ആൾക്കാർക്ക് സമയമില്ലെങ്കിൽ അതിനുള്ള സമയം രേണു തന്നെ കണ്ടെത്തണം. കിച്ചുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വീട്ടിലോട്ട് കയറിപ്പോയപ്പം ഒരു അതിഥീനെ പോലെയാണ് ഫീൽ ചെയ്തത്. അത് അവന്റെ സ്വന്തം വീടാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഫ്രീ ആയിട്ട് ഇടപഴകാൻ ഒരു സാധ്യത ഉണ്ടായേനെ, കയറി പോവാനും ഇരിക്കാനും നിൽക്കാനും കിടക്കാനും. പക്ഷെ അവിടെ റൂമൊക്കെ നോക്കുന്ന സമയത്ത് റൂമിന്റെ അകത്തൊക്കെ ഫുൾ ആൾക്കാരാണ്. കിച്ചുവിനവിടെ സ്വന്തമായിട്ട് റൂം ഉണ്ടെന്ന് കേട്ടു. കിച്ചുവിന്റെ വ്ളോഗിന്റെ അകത്ത് ആ റൂം കാണാൻ സാധിച്ചില്ല. കിച്ചുവിന്റെ വീഡിയോന്റെ താഴെ ഒരുപാട് പേര് രേണുവിനെ തന്നെയാണ് നെഗറ്റീവ് പറയുന്നത്. വീട് വൃത്തിയില്ല, കിച്ചു അവിടെ അതിഥീനെ പോലെയാണ്, നിങ്ങൾക്ക് താമസിക്കാൻ തന്ന വീടാണ്, ഒരുപാട് പേരാണല്ലോ ഇപ്പോൾ അവിടെ ഒന്ന് താമസിക്കുന്നത് എന്നുള്ള കമന്റുകളൊക്കെയാണ് അതിൽ ഭൂരിഭാഗം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമന്റുകളൊക്കെ ഒന്ന് വായിച്ചിട്ട് അതിന്റേതായ പക്വതയിൽ ഒരു തീരുമാനം എടുത്തിട്ട് രേണുസുതി പെരുമാറുന്നത് നന്നായിരിക്കും. എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല എന്ന് വീണ്ടും രേണുവിനെ ഉപദേശിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.